കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. മീനാക്ഷിനെ ജേഡിയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അതെ, 2 ദിവസം ഞാൻ ലീവ് എടുത്ത് ആ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഇരിക്കുക മാഡം. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയരുത്. അറിയാലോ, എന്താണെങ്കിലും അന്വേഷിക്കാൻ വരുന്നവർ അന്വേഷിക്കാൻ പറ്റേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൗൺസിലർ വന്നാലും കുഴപ്പമില്ല, എന്താളും കുഴപ്പമില്ല. ഞാൻ ഇതുവരെയായിട്ടും അഴിമതിയൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. ഞാൻ ഉത്തരവൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഫോൺ ചെയ്യണം. ശരി മാടെന്ന് പറഞ്ഞിട്ട് പിന്നീട് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് വന്നു. എന്ത് പറ്റി? എന്ത് ചെയ്യാനെന്ന് പറ. ഇപ്പൊ തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കണ്ട്. അത് അർജന്റായിട്ട് ചെയ്തു തീർക്കണ്ട. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് ആ റിപ്പോർട്ട് തയ്യാറാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജേഡി വിളിച്ചിട്ട് പറയുന്നത്, കൗൺസിലർ അഴിമതിക്കെതിരെ അന്വേഷിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ. ആ ജാൻസി മാഡം അതെന്ത് പറ്റി? എന്താന്ന് പറ. അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൂക്കേടുള്ളതാ. അവർക്കാണെങ്കിലോ ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് കുറച്ച് ചീത്ത പറഞ്ഞാൽ ഒരു സമാധാനമില്ല. വരുന്ന വഴി ഒന്നും നോക്കത്തില്ല, ചുമ്മാ വിളിച്ചിട്ട് ചീത്ത പറയുള്ളൂ. അപ്പൊ അവർക്കിത് വല്ലതും അറിയണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ഒരു കാര്യം ചെയ്യാം, അവരെന്ത് പറഞ്ഞാലും അങ്ങ് സാധിച്ചു കൊടുത്താരെ, പിന്നെന്താ കുഴപ്പം? പിന്നെ അങ്ങനെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ ഞാൻ അവിടെ ഇരിക്കണേ? ഞാൻ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കടിക്കും. അത് മാത്രമല്ല, ശരിയായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ ആകാശേട്ടാ. അല്ലാതെ അവര് പറയുന്നതനുസരിച്ച് എനിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. ഞാൻ നേരായ വഴിയെ മാത്രം ചെയ്യുവളെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എന്തേലും ആട്ടെ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി അല്ലെങ്കിൽ തന്നെ 100 ടെൻഷനാണ് ഇവിടെ. ദേ ആ ആരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേന്ന് ചോദിക്കും. അത് ശരിയാ, അവന് ഓരോ ദിവസം നമ്മളിന്ന് അകന്നു പോകുന്ന പോലെ ആകാശേട്ടാ എനിക്ക് തോന്നിയെന്ന് പറയാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പം നമ്മളെ അധികം അവന് വിളിക്കാറില്ല, ഒന്നും മിണ്ടാറ് പോലും ഇല്ലെന്ന് പറയണം. അത് ശരി, ഇപ്പം ഞങ്ങളാണെങ്കിൽ അവന്റെ കാര്യത്തിൽ അത്ര ഇതൊന്നും കാണിക്കണില്ല. അല്ലെങ്കിൽ അവനെ എപ്പോഴും വിളിച്ചോണ്ടിരുന്ന, ഇപ്പോഴാണെങ്കിലും വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പാവം നല്ല വിഷമം കാണും. ഒറ്റയ്ക്കായി പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് പറയാം. ഇനിയിപ്പോ അവനെ ഒന്ന് വിളിക്കണം, എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വരാനായിട്ട് അവനോട് പറയണമെന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ആ സമയം ബാലൻ കള്ളുകൂടിയും മധുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കണ്ടു കള്ളുകൂടിയും മധുവിന്റെ ഒച്ചപ്പാട് കേട്ടു. തന്നെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന കണ്ടു റോഡിൽ കൂടെ. പെട്ടെന്ന് ബാലനെ അങ്ങോട്ട് ചെല്ലുവാണ്. എടോ, രാവിലെ താൻ എന്താ പറഞ്ഞേ? എന്റെ മോളുടെ അടുത്തേക്ക് ചെല്ലൂന്നല്ലേ പറഞ്ഞേ? അയ്യോ, താനാ ഗോമതി സ്റ്റോഴ്സിലെ ബാലനല്ലേ നോക്കുക? അതെ, മനസ്സിലായില്ലേ എന്നെ നോക്കുക? അയ്യോ മനസ്സിലായി. അത് രാവിലെ ഞാൻ ആ പൂസിന്റെ പുറത്ത് പറഞ്ഞല്ലേ, ഇപ്പോഴും 4 കാലം നിൽക്കാൻ പറ്റില്ല, നിന്ന് ആടുവാ എന്നിട്ടാ പറയണത്. അത് പിന്നെ വിട്ടുകളയണ്ട സാറേ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടുകളെന്ന് പറയാം. അപ്പൊ താൻ രാവിലെ പറഞ്ഞ് ചുമ്മാതെയാണോ? അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോർത്തോണ്ട് ഞാൻ അങ്ങനെ പോയി അവരെ ഉപദ്രവിക്കോ? ഞാൻ വാ പോയൊരു കോടാലിയാ. ചുമ്മാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പ്രവർത്തിക്കൊന്നുമില്ല. ഈ വായും കൊണ്ടിട്ടുള്ള അലപ്പ് മാത്രമേ ഉള്ളൂ. അതെ സാർ, ഒരു കാര്യം ചെയ്ത് ഒരു 50 രൂപ ഇങ്ങോട്ട് തരാൻ പറയണം. 50 രൂപ എന്തിനാ? എന്താ സാറേ, 50 രൂപ താ സാറേ. ഞാൻ ഇങ്ങനെയാ, ഈ 50 രൂപയൊക്കെ ചോദിക്കും. പിന്നെ നാളെ തിരിച്ചു തരാട്ടോ. ഞാൻ തിരിച്ചു തരാതിരിക്കൊന്നുമില്ലെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ദേ എന്റെ മക്കളെ അങ്ങനെ ഉപദ്രവിക്കാൻ ചെന്നാണ്ടല്ലോ വിധം മാറും. ഇനി അവരുടെ വീടിന് മുറ്റത്തും കാലും കുത്തിയേക്കളെന്ന് പറയാം. എന്റെ സാറേ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. ഞാൻ അതൊക്കെ വെറുതെ പറഞ്ഞല്ലേ. അങ്ങനെയാണോ നിനക്ക് നല്ലത്? എന്നാ ഒന്നും പറഞ്ഞിട്ട് 50 രൂപ എടുത്തും കൊടുക്കുകയാണ്. എന്നിട്ട് അയാള് ശരി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോവാണ്. സമയം ബാലനോർത്തു, ഒരു പക്ഷെ ആരും വന്നിട്ടുണ്ടായിരിക്കുമോ? ഇനിയിപ്പം ഇത്ര തനിച്ചായിരിക്കും അവിടെ. അങ്ങനെയാണെങ്കിൽ ഇനി ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ? ബാലനാകപ്പാടെ ഒരു സമാധാനക്കേട്. ബാലൻ നേരെ ആരുടെ വീടിന്റെ ലക്ഷ്യമാക്കി അങ്ങ് നീങ്ങുവാണ്. എന്നിട്ട് അവിടെ ചെന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കാണുന്നില്ല. ഇപ്പൊ ആരും വന്നിട്ടുണ്ടായിരിക്കോ? ഇല്ലാന്ന് തോന്നേ. ആരും വന്നിട്ടുണ്ടെങ്കിൽ സംസാരം കേൾക്കണം. സംസാരം ഒന്നും കേൾക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വണ്ടി അങ്ങോട്ട് മാറ്റി പതുക്കെ വെച്ചിട്ട് ഇത് ഇവിടെ കയറിയിരിക്കാം. അവൻ വരട്ടെ, വന്നിട്ട് വീട്ടിലേക്ക് തിരികെ പോവാം എന്നുള്ള രീതിയിൽ ബാലൻ എന്ത് ചെയ്യുവാണ്, ആ തൊടിയിലേക്ക് ആ പറമ്പിലേക്ക് അവന് കയറി നിൽക്കുവാണ്. അങ്ങനെ കയറി നിൽക്കുന്ന സമയത്താണ് ബാലന്റെ കാലിലേക്ക് പെട്ടെന്ന് പാമ്പ് കടിക്കുന്നത്. ബാലൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാലിന് ചോര വരുന്നുണ്ട്. ബാലന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ബാലന് ഗേറ്റിന്റെ അടുത്തേക്ക് വരുവാണ്. പക്ഷെ ഈ ഗേറ്റിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബാലന് തളർന്ന് വീണുപോയി. ബാലന് അവിടെ കിടക്കുവാണ്. കാലിലേക്ക് നോക്കിയപ്പോൾ കാലിന് ചോര ഇങ്ങനെ വരുന്നുണ്ട്. ആ 2 കടിച്ച മുറിവിൽ നിന്ന് ചോര വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബാലന്റെ വായക്കൂടെ ഞൊരയും പതയൊക്കെ വന്നു. ആ സമയത്താണ് ആര്യനെ അങ്ങോട്ട് വരുന്നത്.
ആരും വന്ന് നിൽക്കുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. ഓ, ആ കള്ളുകൂടിയനെ കൊണ്ട് മടുത്തു പോവുള്ളൂ. എത്ര തവണ പറഞ്ഞു അയാളോട് ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇങ്ങോട്ട് വരില്ലെന്നൊക്കെ. കള്ളു കുടിച്ചിട്ട് വന്ന് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ ഗേറ്റിന്റെ അടുത്ത്. ഞാൻ മാറ്റി കിടത്തിയേക്കാന്ന് ഓർത്തോണ്ട് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനുമാണ് ബാലനെ കണ്ടത്. അച്ഛാ, അച്ഛനാണെന്ന് ചോദിച്ച് കുലുക്കി വിളിക്കുവാണ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ബായിക്കൂടെ ഞൊരയും പതയും വന്നിരിക്കുന്നുണ്ട്. കാല് നോക്കിയപ്പോൾ മുറിവ് കണ്ടു. അപ്പൊ തന്നെ ആനിന് കാര്യം മനസ്സിലായി. ആനിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ആനിന് എന്ത് ചെയ്യണം, ആ കാലയിലെ ഇങ്ങനെ ചോര ഇങ്ങനെ വലിച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് മുണ്ടിന്റെ തുമ്പ് വലിച്ചു കീറിയിട്ട് കുറച്ചെടുത്ത് അതെല്ലാം ഇങ്ങനെ കെട്ടുവാണ്. കാല് കെട്ടിയിട്ട് അവിടെ കിടക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നോക്കിയപ്പോൾ ഒരു ഓട്ടോ വന്നു. പെട്ടെന്ന് ആ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ബാലനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോമതി ഒത്തി ഇതെന്താ പറ്റി, ഇത്ര സമയമായിട്ടും ബാലേട്ടൻ വരാത്തെ? കുറെ സമയമായല്ലോ, ഇത് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇത് എങ്ങോട്ട് പോയതാണോ എന്തോ. അതെങ്ങനെയാ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയത്ത് പോലുമില്ല. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണ. ആ സമയത്ത് മിത്രയാണെങ്കിലോ ആ ടെൻഷൻ, ഇതുവരെയായിട്ടും ആരും വന്നില്ലല്ലോ, ഇതെന്താ ഇത്ര സമയം താമസിക്കുന്നേ, ആരിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഒന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ ആരിനെ വിളിക്കുവാണ്. ആരിനെ വിളിച്ചിട്ട് ആരും കോൾ എടുത്തില്ല. ഇതെന്താ പറ്റി ആരും കോൾ എടുക്കാത്തെ, ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുമായിരിക്കും എന്നോർത്തുകൊണ്ട് മിത്ര അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ആരിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. ആകെപ്പാ ടെൻഷൻ അടിച്ച് ഐസുവിന്റെ പുറത്ത് ഇങ്ങനെ ബാലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആരിനിങ്ങനെ ഹോസ്പിറ്റലിന്റെ പുറത്തിങ്ങനെ ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ പേടിക്കാല്ല കേട്ടോ, അപകടം നല്ല തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ശ്വാസം വീണ്. കാരണം ICUവിലാണ്. ഇപ്പോഴും ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോട് കൂടിയിട്ടാ ബാലി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഒരിക്കലും ജീവൻ തിരികെ കിട്ടില്ലായിരുന്നു പറയണം. ആര് സർവ്വദൈവങ്ങളെയും വിളിച്ചുപോയി. തക്ക സമയത്ത് തന്നെ താൻ അവിടെ എത്തിച്ചേർന്ന ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനും. അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് വല്ലാത്തൊരു ഞെട്ടലുണ്ടായത്. പിന്നീട് ആര്യം മിത്രനെ വിളിക്കുകയാണ്. മിത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നീ കഥ അതൊക്കെ വെച്ച് നന്നായിട്ട് അടച്ചുപൂട്ടി കിടന്നോളാൻ പറയണം. എന്ത് പറ്റി ആര്യ, എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അതെ ഞാനിവിടെ ഹോസ്പിറ്റലോ, അതെന്താ ഹോസ്പിറ്റല്? അതെ അച്ഛനെ ഒന്ന് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. പാമ്പ് കടിച്ചോ? എന്നിട്ട് എന്റെ ആരും പറയായിരുന്നേ, ദേ നീ ഒച്ചപ്പാടും വേളമൊന്നും ഉണ്ടാക്കണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അപകടങ്ങളെയൊക്കെ തരണം ചെയ്യുമെന്ന് പറയണം. അതെ ആരും ഒന്ന് വിളിച്ചാലും കഥകൊക്കെ തുറക്കണ്ട, നീ കഥ കുറ്റിയിട്ട് കിടന്നു. അല്ല ആര്യം തന്നെ അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? ആരും വേണ്ടെന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല, നീ ഇപ്പൊ അതേക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് ആര്യം ഫോൺ കട്ട് ചെയ്തു. പക്ഷെ മിത്രയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മിത്ര എന്ത് ചെയ്യണം, അകത്തേക്ക് കയറി പോയിട്ട് ബാഗിനകത്ത് കുറച്ച് ആര്യന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചു. പിന്നീട് വീട് പൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ്. അവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആര്യൻ അവിടെ തനിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ അവിടെ തന്നെ ICUവിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് മിത്രനെ കണ്ടുകഴിഞ്ഞപ്പോൾ ആര്യം ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ആര്യൻ ഇവിടെ തന്നെയുള്ളതെന്ന് എനിക്കറിയാം, അതിപ്പോ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റും, അതുകൊണ്ടാ. ഇങ്ങനൊരു സമയത്തല്ലേ നമ്മള് വരണ്ടേ, പിന്നെ എനിക്ക് അവിടെ വീട്ടിൽ കയറി ഇങ്ങനെ കഥ അടച്ചിരിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അകത്തുനിന്ന് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞതേ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ഇവിടെ ഇല്ല, ഇവിടുത്തെ സ്റ്റോക്ക് തീർന്ന പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറയണം. അങ്ങനെ ആ കുറിപ്പട അങ്ങോട്ട് കൊടുത്തിട്ട് പോവാണ്. ആരിനത് പിടിച്ച് നോക്കിക്കൊണ്ടൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രി സമയമാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, എന്താ ആര്യ ഇത് മേടിക്കാനുള്ള അതേന്ന് പറയണേ, എൻ്റെ ആ പട 500 രൂപയോളെന്ന് പറയണം. മിത്ര പെട്ടെന്ന് തന്റെ ബാഗിനകത്തുനിന്ന് കുറച്ച് പൈസയും എടുക്കുവാണ്. ടാലിന് കൊടുത്തു. എന്നാ ഇതും കൊണ്ട് പോയി മരുന്ന് മേടിക്കാൻ പറഞ്ഞ. അല്ല ഈ പൈസ എവിടുന്നാ നിനക്ക്? അന്ന് രാമേട്ടൻ വന്നപ്പോ തന്നിട്ട് പോയതല്ലേ, വെച്ചവെള്ളം പറഞ്ഞുകൊണ്ട് ആ പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നാന്ന് പറയണം. ആരിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഈ പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛന് മെഡിസിൻസ് വാങ്ങാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ആര്യൻ എന്ത് ചെയ്യുക, മെഡിസിൻ വാങ്ങാൻ പുറത്തേക്ക് പോണ സമയത്ത് ധർമ്മന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അത് ധർമ്മമാമ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയണം. എന്താണ് ആര്യ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിൽക്കും. അതെ ഇവിടെ അച്ഛൻ ആസ്പത്രിയിലാ, ഒന്ന് പാമ്പേടി ഏറ്റെന്ന് പറയണേ. പാമ്പേടി ഏറ്റോ? നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതൊക്കെ പിന്നീട് പറയാം, ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ആകാശാരനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരെ. പിന്നെ വീട്ടിൽ ആരും ഈ കാര്യങ്ങൾ അറിയണ്ട, ആകാശാരനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാമെന്ന് പറയാം. അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞു ബഹളം ഉണ്ടാക്കുമെന്ന് പറയാം. ശരിയെന്ന് പറയാണ്. ഈ സമയം കോമതി ടെൻഷൻ അടിച്ചിരിക്കുക. ഇതെന്താ ഇത്ര സമയമായിട്ട് വരാതിരിക്കണേ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ബാലേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. അതെങ്ങനെയാ, ഒന്ന് വിളിച്ചു പറയേണ്ട കടമയും കൊണ്ട് അതുപോലും ചെയ്യത്തില്ല. അങ്ങനെ ബാലിനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ട് വരുന്നത്. നീ ഇതെപ്പം വന്നെന്ന് ചോദിക്കുക. ഞാൻ കുറെ സമയമല്ലമ്മേ വന്നിട്ട്. അപ്പൊ അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കും. എടാ മോനെ അച്ഛൻ വന്നില്ല. അപ്പൊ അച്ഛൻ ഇന്ന് നേരത്തെ പോന്നല്ലോ, നേരത്തെ വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതുവരെയായിട്ടും എത്തിയില്ലേന്ന് ചോദിക്കണം. എത്തിയില്ല. അപ്പൊ ഇത് എവിടെ പോയി? ഈ ബാലേട്ടൻ്റെ ഒരു കാര്യം അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോഴേക്കാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത്.
ധർമ്മം വന്നിട്ട് പറഞ്ഞു, ആഹാ ഇതെന്താ എല്ലാരും കൂടെ ഇങ്ങനെ നിൽക്കുന്ന? അല്ലട ധർമ്മ, ഇതുവരെയായിട്ടും ബാലേട്ടൻ വന്നിട്ടില്ലെന്ന് പറയണം. ഓ അളിയന്റെ കാര്യമാണോ? അളിയനാണെങ്കിൽ ആ അനിരുദ്ധനെ കാണാനായിട്ട് പോയിക്കുക, ആ ഡീലറെ കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, താമസിക്കുന്ന എന്നോട് പറഞ്ഞു. എന്നാ പിന്നെ അതൊന്ന് ബാലേട്ടനെ വിളിച്ചു പറഞ്ഞു കൂടെ എന്ന് വെക്കണം. അതെ അളിയന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ഏട്ടത്തി, അതാന്ന് പറയണം. ഓ അതാ കാര്യല്ലേ, ഇപ്പോഴൊരു സമാധാനമായത് എന്റെ ഭഗവാനെ. അതെ ആകാശെ, ഇന്ന് വൈകുന്നേരം ലോഡ് വരുമെന്ന് പറഞ്ഞു രാത്രിയിൽ, നീ വന്നേ ഇപ്പൊ തന്നെ കടയിലേക്ക് പോണെന്ന് പറയാ. ഇതെന്താ ഇപ്പൊ ലോഡ് വരുന്ന കാര്യം ഒന്നും പറഞ്ഞു പോലുമില്ല. അത് അച്ഛൻ ഇപ്പോഴാ ബാലേട്ടൻ പറഞ്ഞെന്ന് പറയാണ്. ഓ അങ്ങനെയല്ലേ, എന്നാ ശരി പോയേക്കാന്ന് പറയണം. പെട്ടെന്ന് ഇറങ്ങാൻ മീനാക്ഷി പറഞ്ഞു, അല്ല ഒത്തിരി താമസിക്കുമെന്ന് ചോദിക്കണം. അതൊന്നും പറയാൻ പറ്റില്ല മീനാക്ഷി, ലോഡല്ലേ എപ്പോഴാ തീരുന്നതെന്ന് പറയാൻ പറ്റില്ലെന്ന് ധർമ്മം പറയണം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, എന്നാ ഞാനും കൂടെ വരാന്ന് പറയാണ്. ഏയ് വേണ്ട വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല, ഞങ്ങൾ രണ്ടും പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ആകാശിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആകാശിലൊരു ഞെട്ടലം ഉണ്ടാകുന്നത്. ആ സമയം മിത്ര ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഒരു പക്ഷേങ്കിൽ അച്ഛനെ എവിടെ നിന്നായിരിക്കും പാമ്പ് കടിയേറ്റെ. അപ്പത്തേനും അങ്ങോട്ട് ആര്യം വന്നു. ആരിനോട് ചോദിച്ചു, അല്ല ആര്യ എവിടുന്ന് അച്ഛന് പാമ്പ് കടിയേറ്റെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. അത് നമ്മുടെ വീടിന്റെ അവിടെ നിന്നാന്ന് പറയണ. നമ്മുടെ വീടിന്റെ അവിടെ നിന്നോ? അവിടെ എങ്ങനെ അച്ഛൻ വന്നേന്ന് ചോദിക്കണം. അതൊന്നും എനിക്ക് അറിയത്തില്ല, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയണേ. ഈ സമയം ബാലൻ പതുക്കെ ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മി തുറക്കുവാണ്. ഐസിയില വെന്റിലേറ്ററിലെന്ന് പറഞ്ഞാല ആര് ബാലൻ കിടക്കണേ. എന്തായി തീരും എങ്ങനെയായി തീരുമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഇതിന് ശേഷം ഇനിയിപ്പോ ഗീതുവിന്റെയും ഗൗതമിന്റെ നന്ദയുടെ എല്ലാ വിശേഷങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇഷിതയുടെ മഹേഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇന്നലെ മുതൽ ഞാൻ ചാനലിനകത്ത് ഇടാൻ തുടങ്ങി കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.